അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ 7 മണിക്ക് എണ്ണീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് ഇവിടെ വന്ന് ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ചായ കുടിച്ചിട്ട് ജസ്റ്റ് ഒരു വാക്കിംഗ് പോകാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ വാൽപ്പാറയിൽ എല്ലാവരും അവരവരെ ജോലി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജോലി തുടങ്ങണ്ടേ, അതാണ് ബ്ലോഗിങ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉള്ളതുപോലെ റൊട്ടീൻ കാര്യങ്ങൾ തന്നെ, പുതുമയായിട്ടൊന്നും ഇല്ല. എന്നാലും നമ്മൾ രാവിലെ എണ്ണീറ്റ് ഒരു വാക്കിംഗ് പോകുന്ന നേരത്ത് കാണുന്ന കാഴ്ചകൾ വേണ്ടി ഫ്രഷ് ആയിരിക്കും. അതുകൊണ്ട് നമുക്കൊരു ചുമ്മാ റൗണ്ട് പോയിട്ട് വാ കമോൺ. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സ്റ്റൈൽ ഇങ്ങനെയുണ്ട്. സൂപ്പറല്ലേ, ചീപ്പ് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയും ചെയ്യാം. അപ്പൊ അങ്ങനെ കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ടുണ്ട്, നല്ല ഫുൾ എനർജിയിൽ നിൽക്കുകയാണ്, ഫുൾ ചാർജിൽ. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഖാന ബാ വിശക്കണ്, നല്ല വിശപ്പുണ്ട്. ഇന്നലത്തെ പോലെ ദോശ കഴിക്കാം, സൂപ്പർ ദോശ കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പൊ പോവാന്നാ, വേറെ ഒന്നും പറയാനില്ലോ. സ്പ്രേ അടിച്ചില്ല. നല്ലൊരു ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കും, അതങ്ങനെയാണ്. സുന്ദരി പെണ്ണേ ഓഹോ സുന്ദരി പെണ്ണേ, നമ്മളാ ഡ്യൂഡ് പടത്തിൽ പ്രദീപ് ചെയ്യില്ലേ, അതുപോലെ കാണിച്ചില്ല. അപ്പൊ ചുമ്മാ ഒരു കോമഡി ഇരിക്കട്ടെ, ഇതൊക്കെ രസമല്ലേ, ഇതൊക്കെ ഇല്ലാതെ എന്തോന്ന് ബ്ലോഗ് അല്ലേ. നമുക്ക് നമ്മളതായ ഒരു സ്റ്റൈലില് യൂണിക് ആയിട്ട് ഒരു റോ ആയിട്ട് ചെയ്യാം. ഓക്കെ പറയാനാ, ഓക്കെ പോവാ അപ്പടി സമയം. 3 കൽദോശ, ഒരു ഹാഫ് ബോയിൽഡ്, 95 rupees. അപ്പോൾ ഓക്കെ, ഇപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാഗുണ്ട്, പിന്നെ അതിൻ്റെ കവറിനകത്ത് വന്നിട്ട് റെയിൻ കോട്ടും, കുടിക്കാനുള്ള വെള്ളം, ഹെൽമറ്റ്, ഗോപ്രോ, ക്യാമറ, പിന്നെ ഗ്ലൗസ്, അത്ര തന്നെ വേറെ ഒന്നുമില്ലല്ലോ. കുടിക്കാനുള്ള വെള്ളം. TV വേണമെങ്കിൽ കൊണ്ടുപോകാമായിരുന്നു, എടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ എടുത്തോട്ട് വേണ്ടട്ടെ, എന്തിനാവശ്യമില്ലാതെ ചുമ്മാ കോമഡി. ഓക്കെ, അപ്പോൾ പോകുന്ന അപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സൂപ്പറായിട്ട്. അപ്പോൾ ഇന്ന് വാൽപ്പാറയിൽ Day 4 ആണ്, ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് വാൽപ്പാറയിൽ പുറപ്പെട്ട് നമ്മൾ നേരെ പൊള്ളാച്ചി പോകുന്നു. പൊള്ളാച്ചി പോകുന്ന വഴിക്ക് തന്നെ കുറേ വ്യൂ പോയിന്റ് ഉണ്ട്, അത് കണ്ടിട്ട് പൊള്ളാച്ചി പോയിട്ട് അവിടെ നിന്ന് പാലക്കാട് കയറി ട്രിവാൻഡ്രം പോകണം. ഇതാണ് റൂട്ടും കാര്യങ്ങളൊക്കെ. മൊത്തം 450 കിലോമീറ്റർ സംതിങ് ദൂരമുണ്ട്, ദൂരം കൂടുതലാണ്. നമ്മൾ ഫോറസ്റ്റ് വഴി, അതായത് വന്ന വഴി തിരിച്ച് പോയി കഴിഞ്ഞാൽ ഇതുവഴി മലക്കപ്പാറ റൂട്ട് ഉണ്ടല്ലോ, അതുവഴി കയറി നമ്മൾ മറ്റേ എവിടെ അതിരപ്പള്ളി ഫാൾസ് വഴി പോയി കഴിഞ്ഞാൽ ഇത്തിരി കിലോമീറ്റർ കുറവാണ്, പക്ഷേ ഫോറസ്റ്റ് ഏരിയ ശരിയാവില്ല. വന്ന വഴി പോണത് ബോറാണ്, തിരിച്ചു പോകുമ്പോൾ വേറെ റൂട്ട് പിടിച്ച് പോകണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ചൊരു വ്യത്യാസമായിരിക്കും അല്ലേ. ശരി ബാ, കൂടുതൽ പറഞ്ഞ് കത്തി വയ്ക്കണല്ലോ. സത്യം പറഞ്ഞാൽ ഓരോ പ്രാവശ്യം വ്ളോഗ് ചെയ്യുമ്പോൾ ആലോചിക്കും, കൂടുതൽ പറഞ്ഞ് ലാഗടിപ്പിക്കാൻ പാടില്ല, കറക്റ്റായിട്ട് പറഞ്ഞ് പോകണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് വ്ളോഗ് ചെയ്യുമ്പോൾ ലിമിറ്റായിട്ട് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എഡിറ്റിംഗ് എളുപ്പമായിരിക്കും അല്ലേ. ഓക്കെ, അങ്ങനെ ചെക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ട്, പുറപ്പെടാന്നാ. നല്ല വെയിൽ കേട്ടോ, കാലാവസ്ഥ അടിപൊളിയായിരുന്നു. ഇന്നലെ രാത്രി ഫുൾ മഴയായിരുന്നു. അങ്ങോട്ടേ ക്ലൗഡിയാണ് ആ ഭാഗത്തൊക്കെ. അപ്പോൾ ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. എല്ലാ പേജ് കട്ടൊക്കെ നിൽക്കണം. ഓക്കെ, അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു വാൽപ്പാറ. ഇനി അടുത്ത വർഷം കാണാം, അടുത്ത വർഷം ഫാമിലി ആയിട്ട് വരാം. അപ്പോൾ ആദ്യമേ പെട്രോൾ അടിക്കണം 500 രൂപയ്ക്ക്. ഇവിടെ ഉണ്ടാ പമ്പ് അടുത്തിനോണ്ട് വേറെ വിഷയമൊന്നുമില്ല, നല്ല തിരക്കൂടെ കേട്ടോ. എൻ്റെ അമ്മോ, എവിടെ പോയാലും തിരക്കാണല്ലോ. 500 രൂപ. ഓക്കെ, അങ്ങനെ ഐശ്വര്യമായിട്ട് 500 പെട്രോൾ അടിച്ചിട്ടുണ്ട്. നമ്മൾ വണ്ടിയിൽ കുറച്ച് പെട്രോൾ ഉണ്ട് സ്റ്റോക്ക്, എന്നാലും ഇരിക്കട്ടെ. പോകുന്ന വഴി ചിലപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ അല്ലേ, ചിലപ്പോൾ പോകുന്ന വഴി പമ്പൊന്നുമില്ലെങ്കിൽ പെട്ടുപോകില്ലേ, അതുകൊണ്ട് അടിച്ചേക്കാം. ഓക്കെ, മണി ഇപ്പോൾ രാവിലെ 10:30 മണി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞ വാൽപ്പാറയിൽ പോകാൻ ഒട്ടും തന്നെ മനസ്സില്ല. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞത് ഇവിടെ സ്റ്റേ ചെയ്ത് അങ്ങ് സെറ്റ് ആയി പോയി കേട്ടോ 2 ദിവസം കൊണ്ടേ. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞത് വാൽപ്പാറ ടു പൊള്ളാച്ചിയാണ്. ഈ പൊള്ളാച്ചി പോകുന്ന വഴിക്ക് കുറേ വ്യൂ പോയിന്റ് ഉണ്ട്. അതായത് അപ്പോൾ പോകുന്ന വഴിക്ക് ഫസ്റ്റ് പറഞ്ഞത് കവർക്കൽ മിസ്റ്റി വ്യൂ പോയിന്റ്, പിന്നെ വാട്ടർ ഫാൾസ് എസ്റ്റേറ്റ്, പിന്നെ ടൈഗർ വാലി വ്യൂ പോയിന്റ്, പിന്നെ ലോംസ് വ്യൂ പോയിന്റ്, പിന്നെ മങ്കി ഫാൾസ്, ലാസ്റ്റ് പറഞ്ഞത് ആഴിയാർ ഡാം. അപ്പോൾ നേരെ പോയ ബാലാജി ടെമ്പിൾ യൂട്ടേൺ എടുത്തു കഴിഞ്ഞാൽ പൊള്ളാച്ചി. നമ്മൾ പൊള്ളാച്ചിയിൽ പോകേണ്ടത്, ബാലാജി ടെമ്പിൾ പോകാമായിരുന്നു, പക്ഷേ മുട്ട കഴിച്ചിരിക്കല്ലേ. ശരി കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ കയറാം. ഫ്രണ്ടിൽ ബുള്ളറ്റിൽ ഫാമിലി പോകണം കണ്ട. സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ എനിക്ക് എൻ്റെ ഫാമിലി ഓർമ്മ വേണം. ഇതുപോലെ ബൈക്കിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇത്രയും ദൂരം വരാൻ പറ്റൂല. എന്നാലും ഒരു ദിവസം വരാം അല്ലേ.
അങ്ങനെ കവർക്കൽ മിസ്റ്റി വ്യൂ പോയിന്റ് എത്താറായി. ഇവിടെ നിന്ന് കറക്റ്റ് 2.2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഈ സംഭവം ഇവിടെ നിന്ന് കാണുമ്പോൾ സൂപ്പറായി കേട്ടോ. നല്ല ഇഷ്ടം പോലെ മഞ്ഞുണ്ട്. എൻ്റെ ആമ ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല. സംഭവം ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ദൂരം കണ്ടപ്പോൾ കുറച്ച് മഞ്ഞുണ്ടായിരുന്നു, പക്ഷെ അടുത്ത് വന്നപ്പോൾ ഒരുപാട് മഞ്ഞ് അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ അടുത്ത് തന്നെ ഒരു 200 മീറ്റർ ദൂരത്തിന് റോഡൊന്നും ക്ലിയർ അല്ല, നല്ല മഞ്ഞുണ്ട്, സൂക്ഷിച്ച് പോകണം. അപ്പോൾ കവർക്കൽ മിസ്റ്റി എത്താറായില്ലേ? ഇത് കവർക്കൽ മിസ്റ്റി അല്ല, ഇത് മിൽക്കി മിസ്റ്റിയാണ്. അത്രയ്ക്ക് വൈറ്റ് ആയിരിക്കും മഞ്ഞ്. എൻ്റെ അമ്മ, ഇത് എവിടെയാണ് വ്യൂ പോയിന്റ് വരണമെന്നാണ് കേട്ടോ. എന്തായാലും കൊണ്ട് പോയി നോക്കാം, പോകുന്ന വഴി കാണുമായിരിക്കും. ഇന്നലെയൊക്കെ വാൽപ്പാറയിൽ ഫുള്ള് വെയിലായിരുന്നു, ഇപ്പോഴും വാൽപ്പാറയിൽ വെയിൽ തന്നെ, പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല മിസ്റ്റി ചേട്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി നോക്കിയാലോ. ഇവിടെ നിന്ന് നല്ലപോലെ മഞ്ഞൊന്ന് ആസ്വദിക്കാം. വാ, കമോൺ ക്വിക്ക്. സത്യം പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് അടിപൊളിയായിരിക്കും. സത്യം പറഞ്ഞ് ഇവിടെ നിന്ന് പോകാൻ മനസ്സില്ല. ഈ മഞ്ഞിൻ്റെ കൂടെ അങ്ങ് ജീവിച്ചാലോ, അല്ലെങ്കിൽ ഇവിടെ തന്നെ. സംഭവം പൊളിയല്ലേ? മഞ്ഞ് കണ്ടാ പറന്ന് പൊയ്ക്കൊണ്ടിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട്. തണുപ്പ് രക്ഷയില്ല. പോവാം. ഇവിടെ ഒരു ക്യാമറ വെച്ച് അടിച്ചോണ്ട് പോരെങ്കിൽ. ഓക്കെ, അപ്പോൾ പോകാം. അപ്പോൾ മിസ്റ്റി വ്യൂ പോയിന്റിന്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ നിന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ പോകുന്ന വഴി കാണുമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും വ്യൂ പോയിന്റ്. ഈ റോഡ് വഴി പോകുന്ന മഞ്ഞായിരിക്കും കണ്ടു പോകേണ്ടത്. എന്തായാലും കൊള്ളാം, ഇതിനെ അടിപൊളിയായിരിക്കണം. എന്തായാലും മഞ്ഞ് കണ്ടല്ലോ, തൃപ്തിയായി. ഓക്കെ, ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തായിരുന്നു. ഇവിടെ നിന്ന് ഇവിടെ ക്യാമറ വെച്ചിട്ട് ടൈമർ ഓൺ ചെയ്ത് കുറേ ഫോട്ടോ എടുത്ത്. ഫോട്ടോ കൊള്ളാം, എങ്ങനെയുണ്ട്? ദൂരെ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ എടുത്ത് പോകണം. കുറച്ച് സമയമാവുന്നേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. സൂപ്പർ വാട്ടർ ഫാൾസ്, അടിപൊളി. വാ, ഇവിടേക്ക് ഇറങ്ങി കുളിക്കാറുന്നില്ല, വലിയ വിഷയമൊന്നുമില്ല. എവിടെ നിന്ന് എന്ത് വരുന്നു പറയാൻ പറ്റില്ല. ഫുൾ കാട് അങ്ങോട്ട് നോക്ക്, ഈ പുറത്താണ്. അല്ല, കടുവയും പുലിയൊക്കെ വരും. ഇങ്ങനെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഇതുപോലെ കണ്ട് പോവാം. അതൊക്കെ പോയാൽ മതി, വിപ്രാളമൊന്നുമില്ല. സംഭവം ഒരു ഉഗ്രം പണി കെട്ടിയേട്ടാ. കാല് അട്ട അടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരുമാതിരി ഭയങ്കര വേദനയായിരിക്കണം. ഞാൻ വിചാരിച്ച് കൊതുവിലെ കടിച്ചായിരിക്കും. ഇപ്പോൾ വേദന കൂടിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ട് നോക്കിയപ്പോൾ അട്ട തന്നെ. പെട്ടെന്ന് വണ്ടി ഒതുക്കി സൂക്ഷിച്ചേ. നല്ല വേദനിക്കുന്നു. അയ്യോ, അട്ടേണ്ണ ഒന്ന് മാറിത്താണ. എങ്ങനെ എടുക്കും ഞാൻ? ഇത് നമ്മൾ തീപ്പെട്ട് വെച്ച് എടുക്കേണ്ടത്. ചുമ്മാ എടുത്തു കഴിഞ്ഞാൽ പല്ല് അകത്തായി പോകുന്നു പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നല്ല കാര്യമുണ്ടോ സുധീഷേ? ഓക്കെ, എന്നെ കടിച്ച അട്ട ഞാൻ ചുമ്മാ വിടൂല. ചാവും. ഞാൻ വിചാരിച്ചു വല്ല കൊതുക് കടിച്ചു വിചാരിച്ചു കേട്ടാ. നോക്കിയപ്പോൾ അണ്ണ ഇത് കുടിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല വാശായിരുന്നു. കാലൊന്ന് കഴി വിടണോ ജസ്റ്റ് ഒന്ന്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ പോയപ്പോഴേ കുറച്ചപ്പത്ത് ഇറങ്ങിയ റോഡിൽ നിന്ന് കാട്ടിലോട്ട് ഇറങ്ങിയപ്പോഴാണ്. കുഴപ്പമില്ല, ചെറിയ വേന അത്ര തന്നെ. ഇനി വേറെ വല്ല ഒട്ട കയറിയാ ഒരെണ്ണം കണ്ടുപിടിച്ച് ഇനി ബാക്കിയുള്ള ഇവിടെ നടന്നൂടാ. അടുത്ത വേന വരും പറയാൻ പറ്റുമായിരിക്കും. പല്ലകത്തായി കാണോ? എന്തായാലും സംഭവം കൊള്ളാം. അട്ട കടിച്ച വേദനകളിൽ നിന്ന് പറഞ്ഞ് കേട്ടോണ്ട് അതിൽ ഹന്യൻ സിനിമയിൽ. എങ്ങനെ? പക്ഷെ ഇവിടെ നല്ല വേദന കേട്ടോ, ഒരു രക്ഷയില്ല. അട്ട കാലിൽ പോയിട്ട് തരിപ്പ് നിൽക്കില്ല, അത്ര വേദന ഉണ്ട്. അപ്പോൾ അടുത്ത ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് വാട്ടർ ഫാൾസ് വ്യൂ പോയിന്റ്. ഇവിടെ വാട്ടർ ഫാൾസ് ഇല്ല, വ്യൂ പോയിന്റ് മാത്രമേ ഉള്ളൂ. കുറേ ചെടികൾ ഗാർഡൻ ആയിട്ട് നിൽപ്പുണ്ട് രണ്ട് സൈഡിലായിട്ട്. അപ്പോൾ ഇവിടെ നല്ല ഫോട്ടോഷൂട്ടിന് പറ്റിയ ലൊക്കേഷനാണ്. ഇവിടുന്ന് കുറേ ഫോട്ടോ എടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഫോട്ടോ ഒന്നും എടുത്തില്ല, ജസ്റ്റ് കണ്ടു പോവുകയാണ് അത്ര തന്നെ. നല്ല ഇളം പച്ച മഞ്ഞ കളറുള്ള ചെടികൾ മാത്രമേ ഉള്ളൂ ഈ രണ്ട് സൈഡിലായിട്ട്. അപ്പോൾ ഇവിടെ വാട്ടർഫാൾ എന്ന് പറഞ്ഞാൽ വാട്ടർ വന്ന് ഇറങ്ങണമെന്നില്ല. വർണ്ണവഴിക്കുള്ള വാട്ടർഫാൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം, അവിടെ നിന്ന് ചായ കുടിക്കാം. എനിക്ക് ചായ ഒന്നും വേണ്ട. നല്ല വയറിറായി കഴിച്ച് ഒരു 3 വലിയ ദോശ കഴിച്ച് വയറ് ഫുള്ള്. അങ്ങോട്ട് സൂപ്പർ കേട്ടോ, ഒന്ന് കണ്ടു പോയാലോ. പക്ഷെ എൻ്റെ അമ്മ, ഇതാണ് വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് ഈ മല ഇറങ്ങി താഴെ പോയാൽ പൊള്ളാച്ചി. സൂപ്പർ അല്ലേ? സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകാൻ മനസ്സില്ല. എത്ര നേരം വേണമെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അത്ര സൗന്ദര്യമുള്ള സ്ഥലമുണ്ട് അവിടെ. അടിപൊളിയായിരിക്കും. ഇത് വലിയ വ്യൂ. ഇതാര് നല്ല കുരങ്ങണ്ണ. സ്ഥലം വിട് നമ്മളെ കവറിൻ്റെ അകത്ത് പടം ഇരിക്കുകയാണ്. എണ്ണം വന്ന് കൈ വെച്ചുകളായി. ഓടാ ഇവിടെ വന്നു പോയി ഓടിക്കോ ശ്രദ്ധിച്ചേ. അതിൽ പടം അടിക്കണം, മണത്ത് വരും അത്. ഓക്കെ, ഞാൻ ഒരാൾ ഇന്നിപ്പോൾ എത്ര വണ്ടി നിന്നുണ്ടാ? ഒരു ബൈക്ക്, 2 കാറ്, ആൾക്കാർ കൂടി. ഇതാണ് ഹിൽ മൈന ഹെയർപിൻ ബെൻഡ്. ഇങ്ങനെ ഓരോ ബെൻഡിനും ഓരോ പേര് വെച്ചിട്ടുണ്ട്. അങ്ങനെ 40 ഹെയർപിൻ ബെൻഡിൽ ഇപ്പോൾ 20ാമത്തെ ഹെയർപിൻ ബെൻഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹെയർപിൻ ബെൻഡിന്റെ പേരെന്ന് പറയുന്നത് കാട്ടുകഴുക് ആന്തൈ കൊണ്ട യൂസി വളയബ്. ഓക്കെ, കാട്ടുകഴുക് ആന്തയുടെ മലയാളം എന്ന് പറയുന്നത് കാട്ടുപരുന്ത് മൂങ്ങ എന്നാണ്. സംഭവം മൂങ്ങ വേറെ, പരുന്ത് വേറെ, 2 വേറെ സ്പീഷീസ് ആണ്. പക്ഷേ ഇവിടെ പേര് വന്നിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. തമിഴിൽ പല അർത്ഥം കാണുമായിരിക്കും. ശരി, കുഴപ്പമില്ല. അതാത് സ്റ്റാറ്റസും പറഞ്ഞുണ്ട് സൂപ്പറായിട്ട് വളഞ്ഞ് കണ്ട. ഇതുപോലെ ഹെയർപിൻ ബെൻഡിലൊക്കെ വണ്ടി വളഞ്ഞ് പറഞ്ഞ കാണാൻ രസമാണല്ലേ. അത് വലിയ വണ്ടിയാണെങ്കിൽ സൂപ്പറാണ്, ബസ് ലോറിയൊക്കെ ആണെങ്കിൽ.
ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇതാണ് ആനമലൈ ടൈഗർ റിസർവ്. ഇവിടെ കയറാൻ പറ്റില്ല അറിഞ്ഞൂടാ, എന്തായാലും നമുക്ക് സമയമില്ല. പോവാം. ലെഫ്റ്റ് പോയ ഓർക്കിഡ് ഏരിയ, നേരെ പോയ കോയമ്പത്തൂർ 76 കിലോമീറ്റർ, പിന്നെ നേരെ പോയ പൊള്ളാച്ചി 36 കിലോമീറ്റർ. റൈറ്റ് പോയി കഴിഞ്ഞാൽ ഹോൺബിൽ വ്യൂ പോയിന്റ്. അവിടെ പോകാൻ സത്യം പറഞ്ഞാൽ പോകുന്ന വഴിക്ക് അധികം കണ്ടുകൊണ്ട് പോവാം. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കാണാൻ സമയമൊന്നുമില്ല. വാവ്, സംഭവം ഡാമാണ് ഉണ്ടാ, സൂപ്പർ കേട്ടോ. സത്യം പറഞ്ഞാൽ ക്യാമറ കാണുന്നേക്കാൾ നേരിട്ട് വന്ന് കാണാനാണ് ബെസ്റ്റ്. ഇതൊക്കെ ഹെയർ പിൻ ബെൻഡാണ് കേട്ടോ. 1 2 3 അവിടെ 4 5 എല്ലാം കാണാൻ പറ്റും ക്ലിയർ ആയിട്ട്. ഇവിടെയൊക്കെ ഡ്രോൺ ക്യാമറ ഉണ്ടെങ്കിൽ സൂപ്പർ വ്യൂ കാണിക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്ത് ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല. കുരങ്ങന്മാരെ ശല്യം ഇഷ്ടം പോലെ ഉണ്ട്. നോക്കിയേണ്ടത് നമുക്ക് കൊള്ളാം. അതുകൊണ്ട് നമ്മൾ ഉടനെ പുറപ്പെടുകയാണ്. കുറച്ച് നേരം കാണുക, പോവുക, അത്ര തന്നെ. കുരങ്ങന്മാരൊക്കെ പഠിക്കാണ്ടിരിക്കുന്നുണ്ട്, ചെയ്യാൻ പറ്റും. ഓട് ഇത് വഴി ഒന്നും ഓടിക്കോട്ടെ. ഞാനും തലിപ്പാണ് എൻ്റെ അരിയിലൊക്കെ. ചോദിച്ചു നോക്കുമെന്ന് അറിയാം ഇത് കാരണമുള്ളത്. ഓ കുട്ടി കുരങ്ങട്ടെ, ക്യൂട്ടായി. നമുക്ക് ഇതുപോലെ ഉള്ളു. ചെറിയറിയാമോ കുരങ്ങന്മാർ ഒരുമാതിരി കണ്ണ് തുരിയ മള്ളു. സത്യം പറഞ്ഞാൽ സോളോ റൈഡായിട്ട് ബൈക്ക് വന്നതുകൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട്. ഒരുപാട് എൻ്റെ സ്വാതന്ത്ര്യത്തിന് എവിടെ വേണമെങ്കിൽ വണ്ടി ഇറത്താം, എവിടെ വേണമെങ്കിൽ നിൽക്കാം, ഫോട്ടോ എടുക്കാം, എൻജോയ് ചെയ്യാം എന്നും പറഞ്ഞ് ഗ്രൂപ്പ് റൈഡ് ഉള്ളിൽ നിന്നല്ല പറയണത്. ഗ്രൂപ്പ് റൈഡ് ആകുമ്പോൾ അവരെ കൂടെ പിടിച്ച് പോകേണ്ടില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മളതായ സമയം ഒരുപാട് കുറഞ്ഞു കിട്ടും. സോളോ റൈഡ് ആകുമ്പോൾ ഇഷ്ടത്തിന് നടക്കാം. ഗ്രൂപ്പ് റൈഡ് ആകുമ്പോൾ ഒരു ടൈം ടേബിൾ ഉണ്ട്, അതനുസരിച്ച് പോകാൻ പറ്റുള്ളൂ മുന്നോട്ട്. പിന്നെ സോളോ റൈഡ് ആകുമ്പോൾ വേറൊരു പ്രശ്നം, സംസാരിക്കാൻ ആൾ കാണില്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്ന ആരെയും കണ്ടു കഴിഞ്ഞാൽ വട്ടെന്ന് പറയും. ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. പാവം പട്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര സ്ലോപ്പാണ് കേട്ടോ ഈ ഒരു സംഭവം. അതാണ് ഓരോ ബെൻഡ് പടിക്കെട്ട് പോലെയാണ് കേട്ടോ. നേരത്തെ നമ്മൾ അവിടെ നിൽക്കുകയായിരുന്നു, ഇപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അത് വ്യത്യാസം കണ്ടോ അവിടെ ഇവിടെ ആയിട്ടുള്ളത്. ഒടുക്കത്തെ ഹൈറ്റ് കേട്ടോ. 40 ബെൻഡിൽ ഇതിപ്പോൾ 7ാമത്തെ ബെൻഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇത് ഓറഞ്ച് മിനി ബെൻഡ് ഹെയർ പിൻ ബെൻഡ്. അപ്പോൾ ഇവിടുത്തെ വ്യൂ പോയിന്റിൽ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തായിരുന്നു. പോന്നാ അങ്ങനെ ഫോട്ടോഷൂട്ട് കംപ്ലീറ്റഡ്. വാ സൂപ്പർ കേട്ടോ. ഓരോ വ്യൂ പോയിന്റും ഓരോ വൈബായിരിക്കണം. കുറച്ച് മെനക്കെടാണ് ഓരോയിടത്ത് നിർത്തി ഫോട്ടോ എടുക്കണമൊക്കെ. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്താൽ വിഷയമില്ല. ഈ ഫോൺ അവിടെ ഫോണെ പോക്കറ്റ് നിൽക്കുന്ന വിഷയമില്ല. ഈ കുരങ്ങന്മാരാണ് ഏത് വഴി വരും പറയാൻ പറ്റില്ല. കണ്ടം വഴി വരും. നമ്മൾ പിന്നെ കണ്ടം വഴി ഓടാണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഹെയർ പിൻ പെൻസ് ഒക്കെ കഴിയാറായിട്ടുണ്ട്. ഇനി കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. ഇതാ പോകുന്ന വഴി ഫുൾ പാറ, രണ്ട് സൈഡുമായിട്ട് ഇഷ്ടംപോലെ പാറകൾ ഈ മലയിൽ. ശരിക്കും പാറകൾ വെച്ച് നിറഞ്ഞ മലയാണ്. അതാണെന്ന് തോന്നുന്നു വാൽപ്പാറ എന്ന് പേര് വരാൻ കാരണം. ദൂരെ കാണുന്ന മല കണ്ട, ഇവിടെ നിന്ന് കാണുമ്പോൾ എന്ത് രസമല്ലേ ഇങ്ങോട്ട് കാണാൻ. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ചിറകുണ്ടെങ്കിൽ പറന്ന് ഇങ്ങോട്ട് പോകാമായിരുന്നു. എനിക്ക് ഇതുപോലെ വലിയ വലിയ മലകൾ കാണുമ്പോൾ ഒന്ന് പറന്ന് കയറാൻ തോന്നും. ചിറകില്ലല്ലോ, എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തേക്ക് ചിറക് വേണ്ട, ഒരു ഡ്രോൺ ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ പറക്കാൻ പറ്റാത്തതിന്റെ വിഷമം തീർക്കായിരുന്നല്ലേ. ഒരു മിനിറ്റ്, കാണാൻ പറ്റുന്നത് കണ്ടിട്ട് പോയേക്കണം. ഇതൊക്കെ കാണാൻ എളുപ്പമാണ്. പൊളിയില്ലേ ഇവിടെ കിടന്ന് വിളിക്കാൻ നൈസായിട്ട്. പോകാം ബൈസൺ. ഓക്കെ ആണല്ലോ അല്ലേ ബൈസൺ? കൊള്ളാലോ, സൂപ്പറല്ലേ. ബാ കൊട്ടുവാക്കാം വെള്ളത്തിന്. ബാ വാ സൂപ്പർ. നല്ല തണുത്തുള്ള കേട്ടാ. ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. ഇവിടെ ഫോറസ്റ്റ് നോ പാർക്കിംഗ്. അയ്യോ കണ്ടില്ല കേട്ടോ, സോറി. അടുത്തൊരു കിടിലൻ വ്യൂ പോയിന്റ്. ഇത് ആഴിയാർ ഡാമിന്റെ വെള്ളമാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ ഒരു വലിയ പാറയുണ്ട്, അതിന്റെ ചുറ്റും നിറച്ച് വെള്ളമുണ്ട്. ഒരു ഐലൻഡ് പോലെ നിൽക്കുകയാണ്. ഒന്ന് കണ്ടു പോയാലോ. മാറി നീ അവിടെ നിന്നോ, ഞാൻ അവിടെ നിന്നോളാം. ഡാം അവിടെയാണ് കേട്ടോ. അവിടെ നിന്ന് വെള്ളമാണ് ഇങ്ങോട്ട് കെട്ടി കിടക്കുന്നത്. മങ്കി എണ്ണ തോന്നുന്നു തന്നെ. എന്ത് പറയുന്നു, ഫാമിലി എങ്ങനെ പോണ്? എന്ത് അറ്റ സി പോണം. അങ്ങനെ പൂർണ്ണമായിട്ട് വാൽപ്പാറ നിന്ന് പുറത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു വിസിറ്റ് അഗൈൻ വാൽപ്പാറ. ഇവിടെയാണ് ഈ പാസ്സൊക്കെ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്തായാലും ടാറ്റാ ബൈ സി യു. സത്യം പറഞ്ഞാൽ ഒരുപാട് മിസ് ചെയ്യുന്നു വാൽപ്പാറയെ. അപ്പോൾ നമ്മൾ എല്ലാ ബെൻഡും ഇറങ്ങി താഴെ നിൽക്കുകയാണ്. ഇപ്പം നിൽക്കുന്ന സ്ഥലം ആഴിയാർ ഡാം കഴിഞ്ഞ് നിൽക്കുകയാണ്. ആഴിയാർ ഡാമിൽ പോകണമെങ്കിൽ പോവാം, പക്ഷേ സമയമില്ല. നമുക്കിപ്പം പുറപ്പെട്ടാലേ യാത്രയാവും. ഇവിടുത്തെ 10 മണി എടുപ്പിച്ച 9 മണിക്കൂർ യാത്രയാണ്. ഇപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ പൊള്ളാച്ചി കോയമ്പത്തൂർ റൂട്ടാണ്. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പാലക്കാട് കയറി തൃശ്ശൂർ കയറി ആ വഴി നമുക്ക് വീട്ടിൽ പോവാം. റൂട്ട് കറക്റ്റല്ലേ, മാപ്പ് കാണില്ല മാപ്പേ. അപ്പോൾ ഇവിടുന്ന് ട്രിവാൻഡ്രം കറക്റ്റ് 384 കിലോമീറ്റർ ദൂരമുണ്ട്. 9 മണിക്കൂറാണ് യാത്ര സമയം കാണിക്കുന്നത്. മണി ഇപ്പോൾ കറക്റ്റ് 1:15 ആയിട്ടുണ്ട്. ഇപ്പോൾ 1:15 ആകുമ്പോൾ വീട്ടിൽ കറക്റ്റ് 10:15 മണിയാവും. നമ്മളിവിടെ ഒരു 3/4 മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വേറെ കൊണ്ടല്ല, മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ പോകണോ അതാ പോകുന്ന വഴിക്ക് ഏതെങ്കിലും സ്ഥലത്ത് കയറിയിട്ട് എവിടെയെങ്കിലും ഹോൾട്ട് അടിച്ചിട്ട് നാളെ പോകണം. എന്തായാലും പാലക്കാട് വഴിയിൽ പോണത്. പാലക്കാട് മലമ്പുഴ ഡാമുണ്ട്, കണ്ടു പോകാമായിരുന്നു. അപ്പോൾ പ്ലാനിൽ ചെറിയ ചേഞ്ച് ഉണ്ട്. നമ്മളിന്ന് വീട്ടിൽ പോകുന്നില്ല, നമ്മൾ നേരെ പോകുന്നത് മലമ്പുഴ ഡാമാണ്. ഇവിടുന്ന് കറക്റ്റ് 64 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ 2:30 മണി ആയിട്ടുണ്ട്. ഈ ഗൂഗിൾ മാപ്പ് ലൈറ്റ് ആയിട്ടൊരു പണി തന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മൾ വേറെ റൂട്ടുണ്ട്. മെയിൻ റോഡ് വഴി കയറി പോയാൽ മതിയായിരുന്നു. ഷോർട്ട് കട്ട് കാണിച്ചിട്ട് ഇതേ വഴി കയറിയാണ്. ഇതിപ്പോൾ ചാലക്കകത്ത് പോകുമ്പോൾ ഇരിക്കണത് നമ്മൾ ട്രിവാൻഡ്രത്തിനകത്ത്. എന്തായാലും വേറെ വിഷയമൊന്നുമില്ല, ഇതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ അല്ലേ. ഒന്ന് കണ്ടുപോകാം വാ, വല്ലപ്പോഴേ പറഞ്ഞത്. അപ്പോൾ ഇത് സംഭവം മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്താണ്. ഞാൻ മാപ്പ് ഇടാൻ നേരത്തെ ബൈക്കിന് പല കാർ ഇടണമായിരുന്നു. കാർ റൂട്ടാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മെയിൻ റോഡ് പിടിച്ച് പോകാമായിരുന്നു. ഓക്കെ, മണി ഇപ്പോൾ 3 ആയിട്ടുണ്ട്. ചെറിയ വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് കഴിച്ചിട്ട് പോയാലോ. ഹോട്ടൽ ഗൗരി കൃഷ്ണ. വാ കയറാം. ഓക്കെ പോന്ന വണ്ടി കയറി. ഫുഡെല്ലാം കഴിച്ച് 95 രൂപ ഒരു മീൽസിന്. RPM സാധാ ബൈക്ക്, നോർമൽ ബൈക്ക് SCV3.
ഓക്കെ ബൈ ബൈ ബൈ. RP കാണിക്കാൻ പറഞ്ഞു നമ്മുടെ ബൈക്കിലെ. RP കാണിക്കാൻ സൗണ്ടൊന്നും വലിയ സംഭവമൊന്നുമില്ല, ഇത് സാധാ സൗണ്ട് എത്ര തന്നെ. ഓക്കെ, അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. ഞാൻ കഴിച്ച വെജ് മീൽസ് ആണ്. 95 rupees ആയിട്ടുണ്ട്. നല്ല ഫുഡ് കേട്ടോ. വെജിറ്റേറിയൻ ഹോട്ടലാണ്. അതായത് പൊള്ളാച്ചിയിൽ നിന്ന് പാലക്കാട് പോകുന്ന വഴിക്ക് പാലങ്കാട് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഹോട്ടലാണ് ഗൗരി കൃഷ്ണ. മീൽസ് ഒക്കെ കൊള്ളാം. പിന്നെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മളെ കേരളത്തിലുള്ള അരിയല്ല ഇവിടുത്തെ അരി, ചെറിയ അരിയാണ്. അപ്പോൾ അത് എല്ലാവർക്കും പിടിക്കുമില്ലെന്ന് പറഞ്ഞൂടെ. പിന്നെ പൊള്ളാച്ചിയിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ പറഞ്ഞാൽ നല്ല മഴക്കോളുണ്ട്. മിക്കവാറും മഴ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ മഴ നനയാതെ നമുക്ക് പാലക്കാട് എത്താം. മഴ ലൈറ്റായിട്ട് കൂടുകയാണ്. റെയിൻകോട്ട് ഇട്ടില്ല. നല്ല മഴ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ ക്യാമറ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ക്യാമറ കാര്യത്തിൽ പേടിയില്ല എനിക്ക്. ഈ മഴയത്ത് എവിടെ പോകാൻ ശ്രദ്ധിച്ചേ? മലമ്പുഴ ഡാം കാണാൻ പറ്റുമോ? അത് ഭയങ്കര മഴയായിരിക്കുന്നു. നല്ല മഴ കേട്ടാ. അപ്പോൾ അഗൈൻ പ്ലാനിൽ ചെറിയ ചേഞ്ച് ഉണ്ട്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് മലമ്പുഴ ഡാം അല്ലേ, അത് ക്യാൻസൽ ആയിട്ടുണ്ട്. നമ്മൾ കൂട്ടുകാരെ വിളിച്ചായിരുന്നു. പുള്ളിയുടെ പേര് വിഷ്ണു എന്ന് പറഞ്ഞ ആൾ നമ്മുടെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ പുള്ളി വിളിച്ച് പ്രത്യേകം പറഞ്ഞു, ചേട്ടാ നിങ്ങൾ മലമ്പുഴ ഡാം പോകുന്നതിനേക്കാൾ കൊല്ലംകോട് പോകുന്നത് ബെസ്റ്റാണ്. അവിടെ ഇഷ്ടംപോലെ സീനറി ഉണ്ട്. മെയിനായിട്ട് കുറേ മലകളുണ്ട്, പോകുന്ന വഴി നെൽപ്പാടങ്ങളുണ്ട്. അതിനും മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെല്ലചേട്ടൻ്റെ ചായ കട ഉണ്ട്, ഫേമസ് ആണ്. അവിടെ കയറി ചായ കുടിക്കാൻ പറഞ്ഞ്. അപ്പോൾ എന്തായാലും മഴ സമയത്ത് ചായ കുടിക്കുന്നത് ബെസ്റ്റാണല്ലേ. അപ്പോൾ അങ്ങോട്ട് ചായ കുടിച്ചാലോ, പോവാം. കാമാണ് ഇന്നത്തെ ദിവസം നമ്മളെ ദിവസമാണ്, നമ്മൾ അടിച്ച് പൊളിക്കണ്ടേ, അത്ര തന്നെ. എവിടെ പോയാലും എന്ത്. ഈ സ്ഥലം സൂപ്പർ അല്ലേ. ഈ മരം, ഈ നനഞ്ഞ റോഡ്, ഈ ഒരു കാലാവസ്ഥ, എന്തൊരു വൈബല്ലേ ഇത്. എൻ്റെ അമ്മ സൂപ്പറായിരുന്നു. അപ്പോൾ നേരെ പോയ പാലക്കാട് 39 കിലോമീറ്റർ കാണിക്കുകയാണ്. നമ്മൾ പോകേണ്ടത് ചെല്ലച്ചാണ്ട് ജാക്കറ്റ്. ഇവിടുന്ന് കറക്റ്റ് 31 കിലോമീറ്റർ മാപ്പിൽ കാണിക്കുന്നത്. വെൽക്കം ടു കേരള, പാലക്കാട്. ഇതാണ് പാലക്കാട് ബോർഡർ കേട്ടോ. നമുക്ക് നേരെ പോകണോ ലെഫ്റ്റ് പോകണോ? ലെഫ്റ്റാണ് മാപ്പ് കാണിക്കുന്നത്. ചോദിച്ചായിരുന്നു, ഇവിടെ ലെഫ്റ്റാണ് പോകാൻ പറഞ്ഞിരിക്കുന്നത്. അതുവഴി തന്നെ പോവാം. എന്തായാലും ഇപ്പോഴത്തെ കാലാവസ്ഥ നൈസാണ്. ചെറിയ മഴയുണ്ട്, നനഞ്ഞ റോഡ്, ഫുള്ള് കാട് രണ്ട് സൈഡായിട്ട്. ഇതൊക്കെ കണ്ടുപോകാൻ എന്ത് രസം എന്ന് പറയുമ്പോൾ. നമ്മൾ റൈഡ് തുടങ്ങിയ തൊട്ട് ഈ നിമിഷം വരെ എല്ലാ കാലാവസ്ഥയും കണ്ടിട്ടുണ്ട്. ആദ്യം തുടങ്ങിയത് വെയിലായിരുന്നു, പിന്നെ മഴ, പിന്നെ നല്ല മഞ്ഞ് വാൽപ്പാറയിൽ, ഇപ്പൊ പിന്നെയും മഴ. ഇതൊരു നല്ല മഴ കേട്ടാ, അടിച്ച് വീണ മഴയല്ല, നല്ലൊരു കൂളായ കാലാവസ്ഥ തരുന്ന മഴയാണ് കേട്ടോ. ഈ മഴയത്ത് വണ്ടി ഓടിക്കാൻ നല്ല സുഖമുണ്ട്. ഇതാണ് മഴ. മഴയായ ഇങ്ങനെ ആയിരിക്കണം അല്ലേ. ഓക്കെ, നമ്മളങ്ങനെ കൊല്ലംകോട് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത് ചെല്ലച്ചാട്ട ചായക്കടയിലോട്ട്. ഇവിടുന്ന് കറക്റ്റ് 4.4 കിലോമീറ്റർ കാണിക്കുകയാണ്. എന്തായാലും സംഭവം എത്തിയല്ലോ സ്ഥലത്ത്. അപ്പോൾ ആളാന്ന് വണ്ടി ഓടിച്ച്. ഇതാണെന്ന് തോന്നുന്നു, ഈ ചെറിയ കുടിലിനകത്താണ് ചായക്കട വരുന്നത്. കറക്റ്റ് അവിടെ തന്നെ. കാണല്ലോ. പട്ടികൾ ശരിക്കും ഉണ്ടല്ലോ ഇവിടെ. ചായ കിട്ടിയേ. അങ്ങനെ ചായ കിട്ടി. ഓ ചായ കൊള്ളാട്ടാ, പൊളി. നന്നായി, ചുമ്മാ ഇല്ല. ഞാൻ 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ചായ കുടിച്ചു. വേറെ വിഷയമില്ല. 2 മണിക്കൂറൊന്നുമില്ല, 5 മിനിറ്റ്. എത്ര ചെറിയ കടയാണ്, തിരക്കുണ്ടല്ലോ. നമ്മളെപ്പോലെ കുറേ ആൾക്കാർ ക്യാമറ കൊണ്ട് അത് കയറാം കേട്ടോ. കയ്യിൽ വട ഉണ്ടെങ്കിൽ ഡേഞ്ചറാണ്. ഞാൻ വട വാങ്ങിയാത്ത മനസ്സിലായ. അപ്പോൾ ഓക്കെ, ചായ കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പോകാമല്ലോ. അതായത് ചായക്കടയിൽ അവിടെ നിന്ന് ലെഫ്റ്റിലാണ് പോകാൻ പറഞ്ഞിരിക്കണത്. എങ്ങോട്ട്? നെൽപ്പാടങ്ങളും കുറേ ലൊക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ലെഫ്റ്റ്, ഇതാണ് ഈ വഴി. അവിടെ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ്. ഓക്കെ, കറക്റ്റ് തന്നെ നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതൊന്ന് കാട്ടു തരണേ. എவ்வளோ ஒரு பாட்டில்? 69 ரூபா. 150 ரூபா. சூப்பராக. இப்போதைக்கு என்னால் வாங்க முடியாது, ஏன்னா நான் வந்து பைக்கில் போயிட்டுருக்கனால முடியாது. நெக்ஸ்ட் டைம் வரும்போது ஃபேமிலி வரும்போது வேணால் வாங்குவேன். ஒன்றுமே வாங்குறதில்ல, ஏன்னா பைக்கில் வைக்க முடியாது. ஃபுல் லக்கேஜ் நிறைஞ்சிருக்கு பார்த்தீங்களா. உங்கள் பேர்? பாண்டியன். உங்கள் வீடு இங்கே தானே, பக்கம் தானே வீடு? எங்கே உங்கள்? தூரமா கொஞ்சம்? ஓகே ஓகே. காட்டுதேன் மலையில் போய் எடுத்ததேன். என்ன இப்படி தேனில் இது கடிக்குமா? அப்படி தேனீச்சல் அப்படி அப்படி இப்போ இந்த புகை போடுவீங்களா? ஓகே ஓகே, ശരി അണ്ണാ, പാകലാം. ബൈ, ടാറ്റാ. നല്ല വില ഉണ്ട് കേട്ടോ, 650 രൂപയാണ്. അഡ്ജസ്റ്റ് ചെയ്താന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞ്. ഒന്നും അതേ ഉള്ള സാധനം കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ബോട്ടിൽ ഇവിടെ ലീക്ക് ആവണമെന്നുണ്ടെങ്കിൽ ആ പുഴ ഡാമേജ് ആയിപ്പോകും. അതുകൊണ്ട് ഒരു സാധനം വാങ്ങിയില്ല. ജസ്റ്റ് റൈഡ് ചെയ്യുന്നു, എക്സ്പ്ലോർ ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, കമോൺ കമോൺ, ക്വിക്ക്. എത്രയേ ഉള്ളൂ, ബാ ബാ. അടിപൊളി അല്ലേ? വാ, എത്ര കണ്ടാലും മടുക്കാത്തൊരു സംഭവമാണ് പ്രകൃതി അല്ലേ. നോക്ക്, ഇത് രസം കാണാൻ. ഇവിടെയൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിരിക്കും അല്ലേ. അത്രയ്ക്ക് നല്ല ഓക്സിജൻ ആയി കിട്ടുന്നത്. ഇങ്ങോട്ട് തന്നെ സുധിച്ചേ, ചെറിയ വഴിയായിരിക്കണ്. വണ്ടിയൊക്കെ പോകുമല്ലോ. വണ്ടിയൊക്കെ പോകും. ഇങ്ങോട്ടാണ് പാടമെന്ന് പറഞ്ഞത്. പാടവും കാവും എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ചീളക്കാട് റോഡ്. ഓ, എന്തൊരു ഹൈറ്റ് അല്ലേ മലയ്ക്ക്. എൻ്റെ അമ്മോ. പാടം വന്നു കേട്ടാ.
പാടം പൂത്ത കാലം. ഇവിടെ നേരെ പോയാൽ മല കയറാൻ പറ്റും കേട്ടാ. അങ്ങോട്ട് വഴി കാണോ? വഴിയൊന്നും കാണൂല, ഫോറസ്റ്റ് ഏരിയ അങ്ങോട്ടൊക്കെ. ഒരു പരിധി വരെ പോവാം, അത്ര തന്നെ. ഇത് മറ്റേ വീടാണല്ലേ, ഞാൻ വ്ളോഗിലുണ്ടായിരുന്നു ഒരു. ഓക്കെ, ഇതാണ് ലൊക്കേഷൻ അല്ലേ, ഒരു പഴയ കാലത്ത് വീടാണത്. അതിൻ്റെ ഓണറാണ് സൈഡിൽ ഇരിക്കണം. എത്ര വർഷം പഴക്കം പറയുമ്പോൾ ഒരു 50 വർഷം പഴക്കം കാണും, 50 കൂടുതൽ കാണും. എത്ര അറിഞ്ഞൂടെ കറക്റ്റായിട്ട്. പാറയാണല്ലേ ഇവിടെ, പാറയുടെ പുറത്താണ് ഈ വീട് പറഞ്ഞത്. ബാക്കിൽ വയൽ. സംഭവം സെറ്റ് കേട്ടാ. വീടിൻ്റെ ബാക്കിൽ തന്നെ നല്ല അടിപൊളി സീനറികൾ. ഇനി അങ്ങോട്ട് പോകാൻ പറ്റൂല്ലേ? ഇതെന്ത് ഓക്കെ, നമുക്കൊന്ന് അകത്ത് കയറി നോക്കിയാലോ വീടിനകത്ത്. നെല്ലൊക്കെ ഉണ്ട് കേട്ടാ, ഇഷ്ടം പോലെ നെല്ലുണ്ട്. ഗൂഗിൾ പേ ഉണ്ടല്ലോ, സ്കാൻ കോഡ്. നെല്ല് വിൽക്കുമല്ലേ അവിടെ നിങ്ങൾ? അല്ലേ, നെല്ല് വിൽക്കാൻ വെച്ചിരിക്കണല്ലേ? ഇത് വിൽക്കില്ല, ഇത് പുഴുക്കിയിട്ട് നമ്മൾ കരിയാക്കാം മറ്റേ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ സപ്ലൈക്കോ കൊണ്ടുപോയിരിക്കുകയാണ്. ഇത് ഈ തറ പാറയാണല്ലേ? ഓക്കെ ഓക്കെ. പാറ ഇവിടെ പണ്ട് താമസിച്ചിട്ടുണ്ടോ ആരെങ്കിലും? താമസിക്കില്ല ഇവിടെ. ഈ പാടമൊക്കെ കൊയ്തിട്ട് നെല്ല് ഇതിന്റെ സ്റ്റോക്ക് ചെയ്യും. അത്ര തന്നെ 10,000 കിലോ നെല്ല് സപ്ലൈക്കോ ആണ്. 10,000 കിലോ നെല്ല് സപ്ലൈ. ഇത് ഫുഡ് കൊടുക്കാൻ വേണ്ടി നമ്മൾ പുഴുക്കിയിട്ടിരിക്കുകയാണ്. ഓക്കെ. അച്ഛനായിട്ടുള്ള ഭൂമിയും കളപ്പാടാണ്. ഓ ശരി ശരി. ഇവിടെ ആനയും പന്നിയും കരടിയും എല്ലാം വരും. ഫെൻസിങ് 2 ഫെൻസിങ് വെച്ചിട്ട് നമ്മുടെ അതിർത്തി അത് വരയ്ക്കുന്നുണ്ട്. ഈ പോസ്റ്റിന്റെ അവിടെ നിങ്ങളുടെ മേലെ. താമസമൊക്കെ എവിടെയാണ്? താമസം ചെല്ലഞ്ചേട്ടൻ ചായക്കടയില്ലേ, അവിടെയാണ്. ലെഫ്റ്റിലേക്ക് 4ാമത്തെ ഷാപ്പിന്റെ അപ്പുറത്ത്. ദിവസം രാവിലെ 6 മണിക്ക് വരണം, വൈകുന്നേരം 7 മണിക്ക് പോകണം. ഇപ്പൊ ഗസ്റ്റുകൾ വരുന്നതുകൊണ്ട് ഇത്തിരി വൈകണം. സിനിമ എടുക്കാൻ വരാൻ പറഞ്ഞിട്ട് 1 മണിക്കൂർ എന്താ എടുക്കണോ പറഞ്ഞിട്ട്. സിനിമ ഇന്നാ? ഏത് പടം? മലയാളം പടം? അതെ, എന്തോ പറയുന്ന കേട്ടോ. ആണല്ലേ, ശരി ശരി. എന്തായാലും കണ്ടതിൽ സന്തോഷമുണ്ട്. അടുത്ത വർഷം ഫാമിലി ആയിട്ട് വരാം. ഞാൻ ഇവിടെ യൂട്യൂബറാണ്. അപ്പൊ ഞാൻ ബൈക്കിലോ യൂട്യൂബിലൊക്കെ കാണുമോ? പിന്നെ അവർ ഉറപ്പായിട്ട് വരും. യൂട്യൂബിൽ നോക്കിയിട്ടേ KLT അടിച്ചാൽ മതി, നമ്മുടെ ചാനൽ ഓപ്പൺ ആവും. പിന്നെ വേറെ ലൊക്കേഷൻ ഉണ്ടോ അവിടെ അടുത്തായിട്ട് കാണാനായിട്ട്? ചെങ്ങഞ്ചെറിയായിരുന്നു. പോയോ? ഒരു പാടം താമരപ്പാടം. ഇത് ഈ നേരത്ത് പോണ്ട. ചെങ്ങഞ്ചെറി പോയോ? ചെങ്ങഞ്ചെറ ചെല്ലഞ്ചേട്ടൻ ചായക്കടയില്ലേ, അന്ന് ലെഫ്റ്റിലേക്ക് നമ്മുടെ വീട് കിടന്നിട്ട് അപ്പോൾ ഓക്കെ, സുധീഷ പോന്നാ. ബൈസൺ റെഡി ആണല്ലോ, വേറെ വിഷയമൊന്നുമില്ലല്ലോ. ഇവിടെ സിനിമ ഷൂട്ടിംഗ് നടക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നമ്മൾ നിൽക്കാൻ പാടില്ല. ഇവിടെ കേക്ക് ചെയ്യാം, പിന്നെ അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ നിൽക്കണം, അത്ര തന്നെ. എന്തായാലും ഇവിടുത്തെ ഓണറെ പരിചയപ്പെട്ടല്ലോ, നല്ല കാര്യം. പുള്ളി ഫേമസ് ആണ്, വിചാരിക്കും പോലെ അല്ല. പക്ഷേ പുള്ളിക്കാരൻ്റെ ബിഹേവിയർ സൂപ്പർ കേട്ടാ. വന്ന ആൾക്കാരെ നല്ലപോലെ ട്രീറ്റ് ചെയ്യണം. ഇനി നമ്മൾ അടുത്ത പോകേണ്ടത് ഒടിയൻ സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന ലൊക്കേഷനോട്ട് പോകാം. അത് വന്നിട്ട് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട അവിടെ നിന്ന് പുല്ലാണ്. അങ്ങോട്ട് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ അവിടെ നിന്ന് ലെഫ്റ്റ് പോകണം. ഓക്കെ, അത് പറയാൻ വന്നപ്പോഴാണ് വണ്ടി കടയിൽ കയറുന്നത്. ഓക്കെ, ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ അവിടെ നിന്ന് ലെഫ്റ്റ് അല്ലേ? കറക്റ്റ് ഇവിടെ തന്നെ. ഈ ചാവടിക്കാൻ പറഞ്ഞ മനുഷ്യരെക്കാൾ കൂടുതലാണ് പട്ടികൾ. അമ്മോ, കയ്യിൽ വട ഉണ്ടായി തീന്ന് ചാടിക്കറി കടിക്കുന്നു തോന്നുന്നു. വടയെ കടിച്ചാൽ കുഴപ്പമില്ല, കയ്യിൽ കടിക്കാൻ പാടില്ലല്ലോ, നല്ല വിഷയം. ഞാൻ അതുകൊണ്ട് വട വാങ്ങിച്ചില്ല. അപ്പോൾ ഇവിടെയാണ് ഒടിയൻ ലൊക്കേഷൻ ഉള്ളത് അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. ഒടിയൻ ഓടിയൻ. ഒടിയൻ സിനിമയ്ക്ക് വേണ്ടി മോഹൻലാൽ ഇന്ന് കഷ്ടപ്പെട്ടു ഇവിടെ വന്നല്ലേ. നമ്മളും കഷ്ടപ്പെടാനാണ്. ഈ മഴയത്ത് കഷ്ടപ്പെട്ട് ബൈക്ക് ഓടിച്ചുകൊണ്ട് നനഞ്ഞോണ്ട് പോയല്ലേ. അവിടെയാണ് ഒടിയൻ ലൊക്കേഷൻ. ഇതായിരിക്കും മിക്കവാറും. ഒരു മിനിറ്റാണ്, ഞാൻ കയറി പൊയ്ക്കോട്ടെ. എൻ്റെ അമ്മ, എന്ത് സൂപ്പർ കേട്ടാ. ആലുമരം, വാവ്. നല്ല ഇരുട്ട് അവിടെയൊക്കെ, വെളിച്ചം കുറവായിരിക്കും. സൂപ്പർ അല്ലേ? കൊള്ളാം വറുത്ത്. പക്ഷെ കുറച്ച് നേരത്തെ വരണമായിരുന്നു, വെളിച്ചം കുറഞ്ഞേട്ടാ. ഓക്കെ, നമ്മൾ കാവിൽ നിന്ന് പുറത്തിറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് വെളിച്ചം വന്നത്. ഒട്ടും വെളിച്ചില്ല അങ്ങോട്ട് കേട്ടാ. ഉച്ചയ്ക്ക് വന്നാലും വെളിച്ചം കുറവാണെന്ന് ഇവിടെ. നമ്മൾ ഗോപ്രോയിൽ ഒന്നും കിട്ടില്ല. ഞാൻ മൊബൈൽ ക്യാമറ എടുത്ത് നോക്കി, ക്ലിയറേ ഇല്ല. നിങ്ങൾ കണ്ടു കാണുമല്ലോ. പിന്നെ ഇരിക്കട്ടെ, വന്ന സ്ഥിതിക്ക് എടുത്ത് അത്ര തന്നെ. ഐഫോണൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇപ്പോൾ നമുക്ക് നേരെ എങ്ങോട്ട് പോകാൻ? റൂം എടുക്കണ്ടേ എവിടെയെങ്കിലും പോയിട്ട്? ഒന്ന് ചാലക്കുടി പോയി റൂം എടുക്കാം, അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് നമ്മളെ, വിഷ്ണു ബ്രോ. അല്ലെന്നുണ്ടെങ്കിൽ പാലക്കാട് റൂം എടുക്കാം, ഇവിടെ തന്നെ. ആദ്യം നമുക്ക് അങ്ങോട്ട് കയറാം. ഇത് എവിടെ നമ്മൾ പോകേണ്ടത്? വന്ന വഴി മറന്നു പോയി സുധീഷ, ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ലെഫ്റ്റ്. എൻ്റെ അമ്മോ, എങ്ങനെയൊക്കെ ഹൈവേ എത്തിയടേ. ഒരു 50-60 കിലോമീറ്റർ ട്രാവൽ ചെയ്ത്. അപ്പോൾ മുടുക്കിനകത്തൂടെയൊക്കെ അതൊക്കെ ടൗണിൽ കൂടെയൊക്കെ പോയി. അങ്ങനെ ടോൾ ബൂത്ത് എത്തിയിട്ടുണ്ട്. ഇത് ആ ടോൾ ബൂത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, അത്ര തന്നെ. വടക്കാഞ്ചേരി ടോൾ ബൂത്ത് ആയിരിക്കും അല്ലേ? അങ്ങനെ കുതിരാൻമല ചുരം കത്തിയിട്ടുണ്ട്, കയറാം. ഹോളിവുഡ് സിനിമ അല്ലേ? പൊളിയല്ലേ? വറവാ, ഒരു വലിയ മലയെ
അല്ലേ തോണ്ടി ഓട്ടയിട്ട് അപ്പുറത്ത് വഴി എക്സിറ്റ് ആവുകയാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ പ്രകൃതിക്ക് എതിരായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മളുടെ ആവശ്യം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഈസി ആക്കാൻ വേണ്ടി ചെയ്തതാണ് അല്ലേ, വേറെ ഒന്നുമില്ല. ശരി, ഓക്കെ, എക്സിറ്റ് ആയി. നമ്മളങ്ങനെ ചാലക്കുടി എത്തിയിട്ടുണ്ട്. ചാലക്കുടി PWD റെസ്റ്റ് ഹൗസിനോട് നിൽക്കുകയാണ്, പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, ഹായ് ഹായ്, നമസ്കാരം. എവിടെ നിൽക്കുകയായിരുന്നു? അതെ, ഓക്കെ ഓക്കെ ഓക്കെ. ചാനലുണ്ടോ, യൂട്യൂബ് ചാനല്? ഓക്കെ, ഇത് ഇൻസ്റ്റാഗ്രാമാ? ഇൻസ്റ്റയാ? ശരി ശരി. ഇല്ലേ, ബുക്ക് ചെയ്യാൻ പോകണം ഓൺലൈൻ വഴിയായിട്ട്. അവിടെയാ? വേറെ ഒന്നുമില്ല, ഞാൻ നാളെ വരാൻ വിചാരിച്ച്. കുഴപ്പമില്ല, നാളെ വരാം. റൂമുണ്ടോ ബുക്ക് ചെയ്യാനായിട്ട് ഓൺലൈൻ വഴി? ഫുള്ളാ? ഇല്ലേ? അയ്യോ, ഇല്ല, എനിക്ക് മാത്രം സിംഗിളായിട്ട് ഒരാൾക്ക് ഇല്ല അല്ലേ? ഡബിൾ റൂമില്ലേ? അവിടെ ഫുള്ളായി. അത് നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു. ഞാൻ പിന്നെ പറഞ്ഞില്ലേ, പ്ലാൻ മാറിക്കൊണ്ടിരിക്കും അപ്പോഴായിട്ട്. ഇപ്പോൾ റൂമിൻ്റെ കാര്യത്തിൽ ഓക്കെ ആയി, വേറെ വിഷയമൊന്നുമില്ല. നമ്മളെ വിഷ്ണു ബ്രോ വീട്ടിൽ വരാൻ പറഞ്ഞ്. സത്യം പറഞ്ഞാൽ ആദ്യം ഒരു പോകാൻ മടി ഉണ്ടായിരുന്നു. പിന്നെ വിഷ്ണു ബ്രോയെ കണ്ടപ്പോൾ എനിക്ക് ഒരു എന്താ പറയുക വൈബ് തോന്നി. ഒരു എന്താ പറയുക, നമ്മൾ സഹോദരനെ പോലെയൊക്കെ ഒരു ഫീൽ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ 2-3 റൂംസ് നോക്കിയായിരുന്നു, ഒന്നും ശരിയായില്ല. പിന്നെ ലാസ്റ്റ് നമ്മളെ വിഷ്ണു ബ്രോ വീട്ടിൽ പോയി താമസിക്കാൻ വിചാരിച്ചു, പ്ലാൻ ചെയ്തു. ഓക്കെ, വീട്ടിലേക്ക് വന്താച്ച്. ഇത് ചെറിയ വീടാ, അപ്പോൾ വലിയ വീട് തന്നെ. വണ്ടി പുറക്കാണല്ലോ. എൻ്റെ ഷൂ ആപ്പടെ നനഞ്ഞിരിക്കുകയാണ്, പൂരി കഴിഞ്ഞാൽ ഇപ്പം നല്ല പണി കിട്ടും. ഓക്കെ, നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. മന്തി മനസ്സിൽ നിൽക്കുകയാണ്. ഫുൾ ചിലവ് നമ്മളെ ഇഷ്ടം തന്നെ. ഞാൻ പറ്റി കൊടുക്കാം, ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് വിഷ്ണു, ഇത് കീർത്തന അല്ലേ? നമ്മളെ കട്ട ഫാൻസ് ആണ് അവരൊക്കെ. സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ കണ്ട് ഇത്ര സ്നേഹം കാണിക്കുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. എന്താണ് അത്ര സ്നേഹം കാരണം? വൈബ് തമ്മിൽ സെറ്റ് ആയിട്ടുണ്ട്. ഷട്ടൊക്കെ നിൽക്കണം, എല്ലാം കാണാൻ പാടൊന്നല്ലേ. എന്തായാലും ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. 3 അൽഫാം മന്തി. എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്ര ആൾക്കാരെ മുമ്പിൽ ക്യാമറ കാണിച്ച വലിയ കാര്യമല്ലേ? സാപ്പാട് കൊണ്ടുണ്ട് കഴിക്കാനാണ്. ഇത് എടുത്ത് എന്ത് ചിക്കൻ? അത് നോർമൽ ചിക്കൻ ആണല്ലേ? അൽഫാം ഇല്ലെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ പെരി പെരി അൽഫാം ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഇത്ര ഒരു പീസ് അല്ലേ? ഒരു പീസ് മതി. ഞാൻ വളർത്തില്ല. ഓ, താങ്ക് യു. നിങ്ങൾ കുറച്ച് മതിട്ടാ കഴിക്കണ്ട. അറിയില്ല, കഴിക്കും. ഇനി ഒരു പീസ് കൂടെ വരാണ്ട്. ഓക്കെ, ചാലക്കുടിയിൽ പെരി ട്രൈ ചെയ്തു. പെരി യെസ്, എരിവ് കൂടുതലാണ്. കുറച്ച് ട്രൈ ചെയ്യും. കൂടുന്നില്ല. സോഫ്റ്റ് ആയിട്ടാ അല്ല വെന്ത്. ഇത്ര ആണോ? ഓക്കെ, നമ്മൾ ഇവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ട്. മണി ഇപ്പോൾ കാരണം 11:58 മണിയായി. ഉറങ്ങാൻ സമയമായില്ലേ? ഉറങ്ങണ്ടേ? അപ്പോൾ എനിക്ക് വേണ്ടി മെത്ത സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ലപോലെ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടി മെത്ത, തലയാണ എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങുന്ന ഹാളിലാണ്. ഇവിടെ നല്ല തണുപ്പെന്നാണ് പറഞ്ഞത്. അവിടെ ബെഡ്റൂം ഉണ്ട്, പക്ഷേ അവിടെ ചൂട് കൂടുതലാണ്. അപ്പോൾ എന്തായാലും സുഖമായിട്ട് ഉറങ്ങണം, അത്ര തന്നെ. എവിടെ കിടന്നാൽ മതി അല്ലേ? അപ്പോൾ ഇവർ പുതിയതായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. എന്താണ് അവർ പറയുന്നത്? നമ്മുടെ ഒരു ചെറിയൊരു ക്ലോത്തിങ് ബ്രാൻഡാണ്, ബദ്രിക എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നെയ്ത്ത് ഗ്രാമത്തിൽ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് തുണികൾ പർച്ചേസ് ചെയ്യാം. നമ്മൾ ഹോൾസെയിലേഴ്സിൻ്റെ നല്ല വാങ്ങുക, ഡയറക്റ്റ് നെയ്ത്ത് ഗ്രാമത്തിൽ നിന്ന് അവിടുന്ന് പർച്ചേസ് ചെയ്യണം. അതിപ്പം പല സ്ഥലത്ത് നിന്നായിരിക്കും. എക്സാമ്പിൾ പറയണത്, നമ്മളിപ്പോൾ ചെട്ടിനാട് പോയി, ചെട്ടിനാട് ഡയറക്റ്റ് ഒരു നെയ്ത്ത് ഗ്രാമത്തിൽ നിന്ന് അവരുടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സാരീസ് പർച്ചേസ് ചെയ്യുക. അപ്പം പ്യുവർ ആയിട്ടുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, അതും റീസണബിൾ പ്രൈസിൽ. അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഒരിക്കലും ഷോപ്പിൽ ഒരു റീസണബിൾ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഞങ്ങൾ രണ്ടാളും. അപ്പം പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് അങ്ങനെ കളക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ പേജിൽ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ബദ്രിക എന്നാണ് പേജിൻ്റെ പേര്. സുധീഷേട്ടൻ അത് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ആ ലിങ്ക് എന്തായാലും താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് പർച്ചേസ് ചെയ്താൽ ഫുള്ളായിരുന്നു. അപ്പോൾ നല്ല റേറ്റ് കുറവാണ്, അതേ സമയത്ത് നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അതുപോലെ സുധീഷേട്ടൻ്റെ വ്ളോഗ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മാസം മുമ്പാണ് ഞാൻ ശരിക്കും കണ്ടു തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ ഡെയിലി കാണും, ഇടുന്ന വീഡിയോസൊക്കെ തന്നെ കാണും. അപ്പോൾ ഇങ്ങനെ ആള് വാൽപ്പാറ പോകുന്ന ഒരു കാര്യം ഞാൻ കണ്ടു. അപ്പോൾ എന്തായാലും ചാലക്കുടി വഴിയായിരിക്കും പോകാമെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഉള്ളു പറഞ്ഞു, നമ്മളപ്പോൾ തന്നെ വിളിച്ചു, വെയിറ്റ് ചെയ്തു. ആളെ കൈയോടെ കിട്ടിയിട്ടുണ്ട്. മഴയത്ത് ഇത്ര ഒരു ടഫ് സിറ്റുവേഷനിലാണ് ആള് വണ്ടി ഓടിച്ചത്. വേറൊരു റൂം ബുക്ക് ചെയ്യാൻ പോയതാണ്. അതെ.
പിന്നെ അവര് പറഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാമല്ലോ. ഫുള്ള് നനഞ്ഞു കുളിച്ചൊക്കെയാണ് വന്നത്. അപ്പം ഒരു വീഡിയോയുടെ പുറയുള്ള എഫേർട്ട് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അത്രയും സ്ട്രഗിൾ ചെയ്താണ് ആൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇപ്പം സൊമാറ്റോയുടെ വീഡിയോ ആണെങ്കിൽ പോലും ആ നട്ടപ്പുരി വെയിലത്ത് ആ ഫുഡ് കാര്യങ്ങളൊക്കെ ഡെലിവറി ചെയ്യുമ്പം ഞാനിവിടെ ഓഫീസിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനത്തെ വീഡിയോസ് കാണുക. അപ്പോൾ കാണുമ്പോൾ ഒരു റിലാക്സേഷൻ ഉണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്ര എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ വീഡിയോസ് ഇടുന്നത്. അതിൻ്റെ റിസൾട്ട് കാണാനും ഉണ്ട്. ഓക്കെ, റിസൾട്ട് കാണാനും ഉണ്ട്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ആൾക്കാരെ നമ്മളെ പോലെ തന്നെ ഉണ്ടാ. അതെ അതെ, സത്യം പറഞ്ഞ് എന്ത് പറയാം, നിങ്ങളൊക്കെ ഈ സ്നേഹം ഉണ്ടല്ലോ, ഇതിന് മുമ്പിൽ ഒന്നുമില്ല. ഞാൻ ആ ലെവലിലായി. ഇവരെ കാണും മുമ്പ് വരെ എനിക്ക് വേറെ ഫീൽ ആയിരുന്നു. ഒരു ഹായ് പറഞ്ഞ് പോകാൻ എന്നാണ് കണ്ടപ്പോൾ എന്തോ എത്ര വർഷം പഴകിയൊരു ഫീൽ കിട്ടി. ഓക്കെ ശരി വീട്ടിൽ പോകാന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന് നല്ലപോലെ കെയർ ചെയ്തു, നല്ലപോലെ ഫുഡൊക്കെ വാങ്ങിച്ചു തന്ന്. പിന്നെ ചാലക്കുടി മൊത്തം കാർ നൈറ്റ് റൈഡ് പോയായിരുന്നു, റൗണ്ട് അടിച്ചു. ആ സത്യം പറഞ്ഞ വീട്ടിൽ വരാൻ പ്ലാൻ ഇല്ലായിരുന്നു, ഇങ്ങനെ നടക്കുമായിരുന്നു. ഇറങ്ങിയില്ലേ ഉറക്കം പറഞ്ഞ ഇറങ്ങിയാലും എന്നെ പോലെ തന്നെ ഇവരെ കേട്ടാ, വണ്ടി കൈ കെട്ടി കഴിഞ്ഞാൽ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ. എന്തായാലും സത്യം പറഞ്ഞാൽ പറഞ്ഞു ഇവരെ കാണുമ്പോ ഞാനും വാണി ഇങ്ങനെ അതുപോലെയാണ് ഇവർ രണ്ടുപേരും അല്ലേ. ഭയങ്കര എന്താ പറയാ ഒരേ വൈബ് ആൾക്കാർ അല്ല, ഇങ്ങനെയൊക്കെ ലക്കാണ്. അപ്പൊ എന്തായാലും കണ്ണുവിട്ട സോറി കേട്ടോ, ചുമ്മാ അതൊക്കെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതുപോലെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പൊ നിങ്ങളെ ബിസിനസ് നല്ല പോലെ കുറച്ചിലോട്ട് പോകണം. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് മാക്സിമം ആവശ്യമാണ്. അപ്പൊ കീർത്തന പറയാതെ കൊണ്ടേ പറയാം. കീർത്തന ആള് കാണും പോലെയല്ല, ഒരു വലിയ നടി ആവേണ്ടതാണ്. ലോക സിനിമയില് പ്രിയദർശിനി കല്യാണി പ്രിയദർശിനി അപ്പൊ ലോക സിനിമയിൽ ഹീറോയിന് പോലെ കയറേണ്ട ആളായിരുന്നു. ജസ്റ്റ് മിസ്സിലാണ് ഇവിടെ ആയത് അല്ലേ. കാരണം ലുക്ക് കണ്ട, ഈ ലുക്ക് കണ്ട ആ ലുക്ക് ഇല്ലേ അല്ലേ. നോക്ക് കുറച്ചുകൂടെ സിനിമ കറക്റ്റ് പ്രിയദർശന അല്ലേ. അല്ലല്ല കല്യാണിയില്ലേ പേര്, പ്രിയദർശന. ഓക്കെ, അപ്പം എന്റെ അപ്പൊ എല്ലാം ചേർന്ന് പറ. അപ്പൊ ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടം വന്നാലും നഷ്ടം വന്നാലും, ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒറ്റ ലൈഫിലുള്ളൂ, ഒറ്റ ലൈഫിലുള്ളൂ. മാക്സിമം അടിച്ചു പൊളിക്കാൻ നോക്കുക, അത്ര തന്നെ. ഓക്കെ, അപ്പം LAPG കട്ടൊക്കെ നിൽക്കണം.